ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജി കെ മിനിറ്റ്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. UPSC കറണ്ട് അഫയേഴ്സാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. 2020 ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഇത് ഒരു 4 ക്ലാസ് ആയിട്ടായിരിക്കും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ഓരോ ക്ലാസ്സും അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ നീളമുള്ള ഒരു 4 ക്ലാസ് ആയിട്ടായിരിക്കും ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് മുഴുവനും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുക. സോ ക്ലാസ്സുകൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആൻഡ് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ സജഷൻസ്, ഫീഡ്ബാക്ക്സ്, കമൻറ്റ്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റ് ടോപ്പിക്, ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ്. റീസെൻ്റ്ലി ദ 80th സെഷൻ ഓഫ് ദ ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് വാസ് ഹെൽഡ് അറ്റ് കണ്ണൂർ, കേരള. അടുത്തിടെ എന്ന് പറഞ്ഞാൽ ഈ ജനുവരി മാസത്തിലാണ് 80th സെഷൻ, ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിൻ്റെ 80th സെഷൻ കണ്ണൂർ വെച്ച് നടത്തുകയുണ്ടായി. ഇറ്റ് കോൾഡ് അപ്പോൺ ദ പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ് to pursue the constitutional duty of promoting composite culture, which is vital to promote the territorial unity of India. അപ്പോൾ ഇന്ത്യയുടെ കോമ്പോസിറ്റ് കൾച്ചർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുവഴി ഇന്ത്യയുടെ ടെറിട്ടോറിയൽ യൂണിറ്റി പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ഒരു ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ്സിനകത്ത് അവർ പറഞ്ഞ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ്? ഫൗണ്ടഡ് ഇൻ 1935, 1935 ഇത് നിലവിൽ വരുന്നത്. The Indian History Congress is the largest association of professional historians in South Asia. സൗത്ത് ഏഷ്യയിൽ പ്രൊഫഷണൽ ഹിസ്റ്റോറിയൻസിൻ്റെ ഏറ്റവും വലിയ അസോസിയേഷൻ എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് ആണ്. ഇറ്റ് ഹാസ് അബൌട്ട് 35,000 members, of which over 2,000 delegates participate in its session every year. ഓരോ വർഷവും ഇതിൻ്റെ ആനുവൽ മീറ്റിംഗ് നടത്താറുണ്ട്. ആൻഡ് ആ മീറ്റിങ്ങിൽ 2000-ഓളം ഡെലിഗേറ്റ്സ് പങ്കെടുക്കാറുണ്ട്. 35,000 ആളുകൾ ഇതിൻ്റെ മെമ്പേഴ്സായിട്ട് ഉണ്ട്. ഇറ്റ് ഹാസ് ബീൻ ഹോൾഡിംഗ് ഇറ്റ്സ് സെഷൻസ് വെരി റെഗുലർലി ഫ്രം ഇറ്റ്സ് ഇൻസെപ്ഷൻ ആൻഡ് പബ്ലിഷിംഗ് ഇറ്റ്സ് പ്രൊസീഡിങ്സ് എവറി ഇയർ സിൻസ് 1935. 1935 ഇത് നിലവിൽ വന്നതെന്ന് നമ്മൾ പറഞ്ഞു. അന്ന് മുതൽ എല്ലാ വർഷവും ഇതിൻ്റെ ആനുവൽ മീറ്റിംഗ് നടക്കാറുമുണ്ട്. അതുപോലെ തന്നെ ആ മീറ്റിങ്ങിൽ ഇവർ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ, ഇവരുടെ പ്രൊപ്പോസൽസ് എല്ലാം പബ്ലിഷ് ചെയ്യാറുമുണ്ട്. ഇറ്റ്സ് മെയിൻ ഒബ്ജക്റ്റീവ് ഇസ് ടു പ്രൊമോട്ട് സെക്യുലർ ആൻഡ് സയൻറ്റിഫിക് റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി. ഹിസ്റ്ററിയുടെ സെക്യുലർ ആൻഡ് സയൻറ്റിഫിക് റൈറ്റിംഗ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. Origin: BISM organized an All India Congress in 1935 to celebrate its silver jubilee in Pune. 1935 BISM, ഭാരത ഇതിഹാസ സംശോധക മണ്ഡല. ഓക്കെ, BISM എന്താണ്? ഭാരത ഇതിഹാസ സംശോധക മണ്ഡല. അതിൻ്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് 1935 ഓൾ ഇന്ത്യ കോൺഗ്രസ് ഫോം ചെയ്തതാണ്. BISMൻ്റെ ഭാരത ഇതിഹാസ സംശോധക മണ്ഡലത്തിൻ്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ചാണ് ഈ ഓർഗനൈസേഷൻ നിലവിൽ വന്നത്. 1935 പൂനെയിലാണിത് വന്നത്. ആൻഡ് ദസ് ബോൺ വിത്ത് അബൌട്ട് 50 ഡെലിഗേറ്റ്സ്. അപ്പോൾ വരുന്ന സമയത്ത് അതിനകത്ത് 50 ഡെലിഗേറ്റ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഭാരത ഇതിഹാസ സംശോധക മണ്ഡല വാസ് ഫൗണ്ടഡ് ബൈ വിശ്വനാഥ കാശിനാഥ് രാജവതെ. ഭാരത ഇതിഹാസ സംശോധക മണ്ഡല അതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് വിശ്വനാഥ കാശിനാഥ് രാജവടെയാണ്. 1910 പൂനെയിലാണിത് ഫോം ചെയ്തത് വിത്ത് ദ സപ്പോർട്ട് ഓഫ് KC മെഹന്താലി. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ആർട്ടിക്കിളിലേക്ക് പോവാം. ഗുരു ഗോവിന്ദ് സിംഗ്. ദ ബർത്ത് ആനിവേഴ്സറി ഓഫ് ഗുരു ഗോവിന്ദ് സിംഗ് വാസ് സെലിബ്രേറ്റഡ് ഓൺ January 2 ദിസ് ഇയർ. ഈ വർഷം ജനുവരി 2 തീയതി, 2020 ജനുവരി 2 തീയതിയാണ് ഗുരു ഗോവിന്ദ് സിംഗിൻ്റെ ബർത്ത് ആനിവേഴ്സറി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തത്. നമുക്ക് ഗുരു ഗോവിന്ദ് സിംഗ് ആരാന്ന് നോക്കണ്ടേ? ഹി വാസ് എ 10th സിഖ് ഗുരു. 10ാമത്തെ സിഖ് ഗുരു ആയിരുന്നു ഗുരു ഗോവിന്ദ് സിംഗ്. ഹി വാസ് ബോൺ അറ്റ് പാട്ന, ബീഹാർ. ബീഹാറിലെ പാട്നയിലാണ് അദ്ദേഹം ജനിച്ചത്. ഓൺ December 22, 1666. 1666 December 22 ആണ് ജനിച്ചത്. ആൻഡ് സംടൈംസ് ഹിസ് ബർത്ത്ഡേ ഫോൾസ് എയ്തർ ഇൻ December or January or even both months in the Gregorian calendar. ഗ്രിഗോറിയൻ കലണ്ടർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡിസംബറിൽ വരാറുണ്ട്, ചിലപ്പോൾ ജനുവരിയിൽ, അങ്ങനെ മാറി ഇദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ വരാറുണ്ട്. ആനുവൽ സെലിബ്രേഷൻ ഓഫ് ഗുരുസ് ബർത്ത്ഡേ ഈസ് ബേസ്ഡ് ഓൺ നാനക് ഷാഹി കലണ്ടർ. നാനക് ഷാഹി കലണ്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ജന്മവാർഷികം നമ്മൾ ആഘോഷിക്കുന്നത്. He became the Sikh Guru at the age of 9 following the demise of his father, Guru Tegh Bahadur. ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മരണത്തോടെയാണ് 9ാമത്തെ വയസ്സിൽ ഇദ്ദേഹം സിഖ് ഗുരു ആകുന്നത്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഗുരു തേഗ് ബഹദൂർ, അദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടി 9ാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം സിഖ് ഗുരു എന്ന ടൈറ്റിലേക്ക് വരുന്നത്. ഇദ്ദേഹം 10ാമത് സിഖ് ഗുരു ആയിരുന്നു, നമ്മൾ പറഞ്ഞു. He is known for his significant contributions to the Sikh religion, including the introduction of turban to cover hair. സിഖ് മതത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിലൊരു എക്സാമ്പിളാണ് ഈ ഇൻട്രൊഡക്ഷൻ ഓഫ് ടർബൻ ടു കവർ ദ ഹെയർ. തല കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സിഖുകാർ ടർബൻ കെട്ടാറില്ലേ, ആ ടർബൻ കൊണ്ടുവന്നത് ഗുരു ഗോവിന്ദ് സിംഗ് ആണ്. He also founded the principles of Khalsa or the 5 Ks.
സിഖുകാരുടെ ആചാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ 5 Ks അല്ലെങ്കിൽ ഖൽസ എന്ന് പറയുന്നത്. ഈ 5 Ks എന്താണെന്നുള്ളത് ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് അവരുടെ അൺകട്ട് ഹെയർ. സിഖുകാരങ്ങനെ ഹെയർ കട്ട് ചെയ്യാറില്ല. അവർ അതാണ് ടൈ ചെയ്തിട്ട് ടർബൻ കൊണ്ട് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അവർ ഹെയർ കട്ട് ചെയ്യാറില്ല. അവരുടെ അൺകട്ട് ഹെയർ അതാണ് ആദ്യത്തെ കേശ്. ദെൻ കാങ്ക. കാങ്ക എന്ന് പറയുന്നത് അവർ ഹെയർ ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. ഓക്കെ. ദെൻ കിർപ്പൻ. കിർപ്പൻ എന്ന് പറയുന്നത് അവർ സെൽഫ് പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡാഗർ പോലത്തെ ഒരു സംഭവമാണ്, ഒരു കഠാര പോലെ. ആൻഡ് കച്ചേര. കച്ചേര എന്ന് പറഞ്ഞാൽ അവരുടെ ഡ്രസ്സാണ്. ദെൻ കാര എന്ന് പറയുന്നത് അവർ യൂസ് ചെയ്യുന്ന സിൽവർ ബാങ്കിൾ. സിഖുകാർ കയ്യിലൊരു സിൽവർ ബാങ്കിൾ ഇടില്ലേ, ആ ബാങ്കിളിനെയാണ് കാര എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് 5 Ks ഓഫ് സിഖ് റിലീജിയൻ. സോ ഈ 5 Ks അല്ലെങ്കിൽ ഖൽസ എന്ന് പറയുന്ന ഈ 5 K പ്രിൻസിപ്പിൾ കൊണ്ടുവന്നത് ആരാണ്? ഗുരു ഗോവിന്ദ് സിംഗ് ആണ്. He is also responsible to establish the highest order in the Sikh community. Sikh community highest order establish ചെയ്തതും അദ്ദേഹമാണ്. Followers of Sikh faith religiously follow the morals and codes of discipline set up by Guru Gobind Singh. ഗുരു ഗോവിന്ദ് സിംഗ് തുടങ്ങി വെച്ചതായിട്ടുള്ള ആ മോറൽസ് അല്ലെങ്കിൽ ഡിസിപ്ലിൻഡ് കാര്യങ്ങളെല്ലാം അതിൻ്റെ ഫോളോവേഴ്സ് വിത്ത് സ്ട്രിക്റ്റ് പോളിസീസ് ഫോളോ ചെയ്യാറുണ്ട്. He fought against the Mughals later in the Battle of Muktasar in 1705. 1705 ബാറ്റിൽ ഓഫ് മുക്തസാർ. അത് ഗുരു ഗോവിന്ദ് സിംഗും മുഗൾസും തമ്മിലായിരുന്നു. 1705 ബാറ്റിൽ ഓഫ് മുക്തസാർ ബിറ്റ്വീൻ മുഗൾസ് ആൻഡ് ഗുരു ഗോവിന്ദ് സിംഗ്. ഓക്കെ, ഹി വാസ് അസാസിനേറ്റഡ് ഇൻ 1708. 1708 ഇദ്ദേഹം കൊല്ലപ്പെട്ടു. ഹി നെയ്മഡ് ഗുരു ഗ്രന്ഥ് സാഹിബ് ദ റിലീജിയസ് ടെക്സ്റ്റ് ഓഫ് ദ ഖൽസാസ് ആൻഡ് ദ സിഖ്സ് ആസ് ദ നെക്സ്റ്റ് ഗുരു ഓഫ് ദ 2 കമ്മ്യൂണിറ്റീസ്. ഈ 2 കമ്മ്യൂണിറ്റിയുടെ അടുത്ത ഗുരുവായിട്ട് അദ്ദേഹം നെയിം ചെയ്തത് ഗുരു ഗ്രന്ഥ് സാഹിബ് എന്ന് പറയുന്ന റിലീജിയസ് ടെക്സ്റ്റിനെയാണ്. എന്താ ഈ ഭഗവത്ഗീത, ബൈബിൾ ഒക്കെ ഉള്ള പോലെ ഒരു റിലീജിയസ് ഗ്രന്ഥമാണ്. ഈ സിഖുകാരുടെ റിലീജിയസ് ടെക്സ്റ്റാണ് ഗുരു ഗ്രന്ഥ് സാഹിബ് എന്ന് പറയുന്നത്. അതിനെ അടുത്ത സിഖ് ഗുരു ആയിട്ട് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽസ്, ഇന്ത്യൻ വിളവെടുപ്പ് ആഘോഷങ്ങൾ. ഏകദേശം ഈ ജനുവരി സമയത്താണ് ഒരുപാട് വിളവെടുപ്പ് ആഘോഷങ്ങൾ നടത്തുന്നത് അല്ലേ. സോ വിളവെടുപ്പ് ആഘോഷങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹാർവെസ്റ്റ് സീസൺ ഈസ് ഓൺ ആൻഡ് ഫെസ്റ്റിവിറ്റീസ് ഹാവ് ഗ്രിപ്ഡ് ഇൻ ദ നേഷൻ ഫ്രം നോർത്ത് ടു ഡൗൺ സൗത്ത്. ജനുവരി മാസത്തെ കറണ്ട് അഫെയർ ആണ്. സോ ആ ഒരു അന്നേരത്തെ കാര്യമാണ് പറയുന്നത് ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽസ് തുടങ്ങിയിട്ടുണ്ട് എന്ന്. വേരിയസ് ഫെസ്റ്റിവൽസ് ബീങ് സെലിബ്രേറ്റഡ് അക്രോസ് ദ നേഷൻ. നമ്മുടെ രാജ്യത്ത് മുഴുവനും സെലിബ്രേറ്റ് ചെയ്യുന്ന ഏതൊക്കെയാണ് ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽസ് എന്ന് നമുക്ക് നോക്കാം. മകരസംക്രാന്തി സെലിബ്രേറ്റ് ചെയ്യുന്നത് കർണാടകയിലാണ്. ഓക്കെ, മകരമാസം 1-ാം തീയതി മുതൽ തുടങ്ങുന്നതാണ് മകരസംക്രാന്തി സെലിബ്രേറ്റ് ചെയ്യുന്നത് കർണാടകയിലാണ്. ദെൻ പൊങ്കൽ സൗത്ത് ഇന്ത്യയിൽ എസ്പെഷ്യലി തമിഴ്നാട്ടുകാരാണ് പൊങ്കൽ ആഘോഷിക്കുന്നത്. ഓക്കെ. ദെൻ മാഘബിഹു ആസാമിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആസാമിലും നോർത്ത് ഈസ്റ്റിലുമാണ് മാഘബിഹു ആഘോഷിക്കുന്നത്. ദെൻ ഉത്തരായൻ ഗുജറാത്തിലാണ് ആഘോഷിക്കുന്നത്, ഗുജറാത്തിൽ. ദെൻ മാഘി പഞ്ചാബിലാണ്. മകരസംക്രാന്തി തന്നെയാണ് മാഘിയായിട്ട് ആഘോഷിക്കുന്നത്. ഓക്കെ. ദെൻ സാജി, അത് ഹിമാചൽ പ്രദേശിലെ ഷിംല ഡിസ്ട്രിക്റ്റിലാണ് സാജി ആഘോഷിക്കുന്നത്. സാജി എന്ന് പറയുന്നത് മകരസംക്രാന്തിക്ക് പറയുന്ന പേര് തന്നെയാണ്. ഹിമാചൽ പ്രദേശിൽ സാജി എന്നാണ് അത് അറിയപ്പെടുന്നത്. ദെൻ കിച്ചേരി ഉത്തർപ്രദേശിൽ ആഘോഷിക്കുന്നതാണ്. സോ ഇന്ത്യയിൽ ഏതൊക്കെയാണ് ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽസ് എന്ന് ഒന്നുകൂടെ പറയാം. മകരസംക്രാന്തി എവിടെയാണ്? കർണാടകയിലാണ്. ദെൻ പൊങ്കൽ തമിഴ്നാട്ടിലാണ്. മാഘബിഹു ആസാം ആൻഡ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്. ദെൻ ഉത്തരായൻ ഗുജറാത്ത്. മാഘി പഞ്ചാബ്. സാജി ഷിംല ഡിസ്ട്രിക്റ്റ് ഓഫ് ഹിമാചൽ പ്രദേശ്. കിച്ചേരി ഉത്തർപ്രദേശ്. ദെൻ ഔട്ട്സൈഡ് ഇന്ത്യക്ക് പുറത്ത് മകരസംക്രാന്തി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഷക്രൈൻ ഇൻ ബംഗ്ലാദേശിൽ ഷക്രൈൻ എന്ന പേരിലാണ് മകരസംക്രാന്തി സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് വിത്ത് ദ ഫ്ലൈയിങ് ഓഫ് കൈറ്റ്സ്. പട്ടം പറത്തിയിട്ടാണ് ഇത് ആഘോഷിക്കുന്നത്. മാഘി സംക്രാന്തി നേപ്പാളിൽ ആഘോഷിക്കുന്നതാണ്. ഓക്കെ, ഷക്രൈൻ എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ ആഘോഷിക്കുന്നതും മാഘി സംക്രാന്തി എന്ന് പറയുന്നത് നേപ്പാളിൽ ആഘോഷിക്കുന്നതുമാണ്. അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ക്ലാസിക്കൽ ലാംഗ്വേജ്. At the recently concluded 93rd edition of Akhila Bharatiya Marathi Sahitya Sammelan, a resolution was passed demanding the declaration of Marathi as a classical language. മറാത്തി ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി വേണം എന്നാവശ്യപ്പെട്ട് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. എവിടെ? അഖില ഭാരതീയ മറാത്തി സാഹിത്യ സമ്മേളനത്തിൻ്റെ 93rd എഡിഷനിൽ. ഓക്കെ, അപ്പോൾ ഈ ക്ലാസിക്കൽ ലാംഗ്വേജ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയിൽ അറ്റ് പ്രസൻറ്റ് 6 ഭാഷകൾക്കാണ് ക്ലാസിക്കൽ ലാംഗ്വേജ് പദവി കിട്ടിയിട്ടുള്ളത്. അത് ഏതൊക്കെയാണ്? ഏറ്റവും ആദ്യം കിട്ടിയത് തമിഴിനാണ് 2004. ദെൻ സംസ്കൃതത്തിന് 2005. ദെൻ 2008 കന്നഡയ്ക്ക്, അതിനുശേഷം തെലുങ്കിനും കിട്ടി. 2013 മലയാളത്തിന് കിട്ടി. ആൻഡ് 2014 ഒഡിയയ്ക്ക് കിട്ടി. അങ്ങനെ 6 ഭാഷകൾക്കാണ് ക്ലാസിക്കൽ പദവി കിട്ടിയിട്ടുള്ളത്. ഏതിനൊക്കെയാണ്? തമിഴ് 2004 അതിനാണ് ആദ്യം കിട്ടിയത്. ദെൻ സാൻസ്ക്രിറ്റ് 2005. 2008 കന്നഡ ആൻഡ് തെലുഗു.
ദെൻ 2013 മലയാളം, 2014 ഒഡിയ. അങ്ങനെ 6 ഭാഷകൾക്കാണ് ക്ലാസിക്കൽ പദവി കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഭാഷയ്ക്ക് കൂടെ ക്ലാസിക്കൽ പദവി വേണം എന്നുള്ള പറഞ്ഞൊരു റെസൊല്യൂഷനാണ് പാസ്സാക്കിയിട്ടുള്ളത്. എവിടെ? അഖില ഭാരതീയ മറാത്തി സാഹിത്യ സമ്മേളനത്തിൻ്റെ 93ാമത്തെ എഡിഷനിൽ. ഒരു ഭാഷയ്ക്ക് ക്ലാസിക്കൽ ഭാഷാ പദവി കിട്ടണമെങ്കിൽ അതിനൊരു കുറച്ച് ക്രൈറ്റീരിയ പറയുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹൈ ആൻറ്റിക്വിറ്റി ഓഫ് ഇറ്റ്സ് ഏർലി ടെക്സ്റ്റ് ഓർ റെക്കോർഡഡ് ഹിസ്റ്ററി ഓവർ എ പീരീഡ് ഓഫ് 1500 to 2000 ഇയേഴ്സ്. ചുരുങ്ങിയത് 1500 മുതൽ 2000 വർഷത്തോളം പഴക്കം വേണം ആ ഭാഷയ്ക്ക്. ദെൻ എ ബോഡി ഓഫ് ആൻഷ്യൻ്റ് ലിറ്ററേച്ചർ ഓർ ടെക്സ്റ്റ് വിച്ച് ഇസ് കൺസിഡർഡ് എ വാല്യുബിൾ ഹെറിറ്റേജ് ബൈ ജനറേഷൻ ഓഫ് സ്പീക്കേഴ്സ്. അന്നു മുതലേ ഉന്നത നിലവാരമുള്ള ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഉന്നത നിലവാരത്തിലുള്ള ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ദ ലിറ്റററി ട്രഡീഷൻ ബി ഒറിജിനൽ ആൻഡ് നോട്ട് ബോറോഡ് ഫ്രം എനി അതർ സ്പീച്ച് കമ്മ്യൂണിറ്റി. ലിറ്റററി ട്രഡീഷൻ ഒറിജിനലായിട്ട് ഇതിനൊരെണ്ണം വേണം, മറ്റു ഭാഷകളിൽ നിന്ന് കടമെടുത്തതായിട്ടുള്ളതല്ലാതെ ഒരു ലിറ്റററി ട്രഡീഷൻ സ്വന്തമായിട്ട് വേണം. അന്നു മുതൽ ഇന്നോളം കാലികമായ പരിഷ്കാരങ്ങളോടെ സാമാന്യ ജനം അത് പിന്തുടർന്ന് പോന്നിരിക്കണം. Classical language and literature being distinct from modern, there may also be a discontinuity between the classical language and its later forms or its offshoots. മറ്റു ഭാഷകളുമായി പലതരത്തിൽ കടം കൊള്ളുമ്പോഴും തനതു പാരമ്പര്യം കാത്തുസൂക്ഷിച്ചിരിക്കണം. ഓക്കെ, ഇത്രയുമാണ് ഒരു ഭാഷയ്ക്ക് ക്ലാസിക്കൽ ഭാഷാ പദവി കൊടുക്കുന്നതിനുള്ള ക്രൈറ്റീരിയ. ഹൗ ആർ ക്ലാസിക്കൽ ലാംഗ്വേജസ് പ്രൊമോട്ടഡ്? ഇനി എങ്ങനെയാണ് ക്ലാസിക്കൽ ഭാഷ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. 2 major annual international awards for scholars of eminence in classical Indian languages. ഇന്ത്യൻ ക്ലാസിക്കൽ ലാംഗ്വേജസിൽ എമിനൻ്റ് ആയിട്ടുള്ള സ്കോളേഴ്സിന്, ഇന്ത്യൻ ക്ലാസിക്കൽ ഭാഷയിൽ പ്രാവീണ്യമുള്ള ആളുകൾക്ക്, അല്ലെ പ്രാവീണ്യമുള്ള കവികളാവാം, മറ്റെഴുത്തുകാരാവാം, അവർക്കൊക്കെ ഇൻ്റർനാഷണൽ അവാർഡ് ആനുവലി കൊടുക്കുന്നു. 2 ഇൻ്റർനാഷണൽ അവാർഡ്സ് ആനുവലി കൊടുക്കുന്നുണ്ട് അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ എ സെൻറ്റർ ഫോർ എക്സലൻസ് ഓഫ് സ്റ്റഡീസ് ഇൻ ക്ലാസിക്കൽ ലാംഗ്വേജസ് ഈസ് സെറ്റപ്പ്. ഈ ക്ലാസിക്കൽ ലാംഗ്വേജസിൻ്റെ പഠനത്തിനായിട്ട് സെൻറ്റർ ഫോർ എക്സലൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇനി ഭാരതി സ്ക്രിപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. റിസർച്ചേഴ്സ് ഫ്രം IIT മദ്രാസ് ഹാവ് ഓൾറെഡി ഡെവലപ്ഡ് എ യൂണിഫൈഡ് സ്ക്രിപ്റ്റ് ഫോർ 9 ഇന്ത്യൻ ലാംഗ്വേജസ്. 9 ഇന്ത്യൻ ഭാഷകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു യൂണിഫൈഡ് സ്ക്രിപ്റ്റ് കൊണ്ടുവരികയാണ് IIT മദ്രാസ്. അതിനെയാണ് ഭാരതി സ്ക്രിപ്റ്റ് എന്ന് പേരിട്ടിരിക്കുന്നത്. നൗ ഗോയിങ് എ സ്റ്റെപ്പ് ഫർദർ ഡെവലപ്ഡ് എ മെത്തേഡ് ഫോർ റീഡിംഗ് ഡോക്യുമെൻറ്റ്സ് ഇൻ ഭാരതി സ്ക്രിപ്റ്റ് യൂസിങ് മൾട്ടിലിംഗ്വൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ സ്കീം. ആൻഡ് ഇപ്പോൾ ഈ ഭാരതി സ്ക്രിപ്റ്റ് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടെക്നിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ സ്കീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്ക്. ഓക്കെ, മൾട്ടിലിംഗ്വൽ ക്യാരക്ടേഴ്സ് വായിച്ചെടുക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഈ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ സ്കീം എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ഫസ്റ്റ് സെപ്പറേറ്റിംഗ് ദ ഡോക്യുമെൻറ്റ് ഇൻ ടെക്സ്റ്റ് ആൻഡ് നോൺ ടെക്സ്റ്റ്. ആദ്യത്തെ സ്റ്റെപ്പ് ഈ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ സ്കീമിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം ആ തന്നിരിക്കുന്ന ഡോക്യുമെൻറ്റിനെ ടെക്സ്റ്റ് ആൻഡ് നോൺ ടെക്സ്റ്റ് എന്ന് സെപ്പറേറ്റ് ചെയ്യും. സെക്കൻഡ് സ്റ്റെപ്പ്, ദ ടെക്സ്റ്റ് ഇസ് ദെൻ സെഗ്മെൻറ്റഡ് ഇൻ ടു പാരഗ്രാഫ്, സെൻറ്റൻസസ്, വേർഡ്സ് ആൻഡ് ലെറ്റേഴ്സ്. രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് ഈ പാരഗ്രാഫിനെ, ഈ ടെക്സ്റ്റിനെ, തന്നിരിക്കുന്ന ഈ ടെക്സ്റ്റിനെ പാരഗ്രാഫ്, സെൻറ്റൻസ്, വേർഡ്സ്, ലെറ്റേഴ്സ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യും. Third step, each letter has to be recognized as a character in some recognizable format such as ASCII or Unicode. ഓരോ ലെറ്ററിനെയും റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഓരോ ലെറ്ററിനെയും ഒരു ക്യാരക്ടറായിട്ട് റെക്കഗ്നൈസ് ചെയ്യണം, ഒരു ക്യാരക്ടർ എന്ന രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യണം. Using formats such as ASCII or Unicode. The letter has various components such as basic consonant, consonant modifiers, vowels, etc. ഈ ലെറ്റേഴ്സിന് പല കമ്പോണൻസ് ഉണ്ട്. കോൺസണൻസ്, കോൺസണൻറ്റ് മോഡിഫയേഴ്സ്, വവൽസ്, അങ്ങനെ പല കമ്പോണൻസ് ഉണ്ട്. ഒരു ഭാഷയ്ക്ക് ഒരു ആൽഫബറ്റ് സിസ്റ്റം നമ്മൾ കൊണ്ടുവരുമ്പോൾ അതിന് വ്യഞ്ജനാക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങൾ, അങ്ങനെ പല സിസ്റ്റം ഇല്ലേ, അതുപോലെ തന്നെ ഈ ഭാഷയ്ക്ക്, ഈ സ്ക്രിപ്റ്റിനും അതിൻ്റേതായ രീതിയിൽ വവൽസ് ഉണ്ട്, കോൺസണൻസ് ഉണ്ട്, കോൺസണൻറ്റ് മോഡിഫയേഴ്സ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് കണ്ടോ, ഈ ഫിഗറിൽ ഈ കാണിച്ചിരിക്കുന്നതാണ് ഭാരതി സ്ക്രിപ്റ്റ്. നമ്മുടെ ഈ സ്വരാക്ഷരങ്ങളും അതുപോലെ തന്നെ വ്യഞ്ജനാക്ഷരങ്ങളും ഈ സ്ക്രിപ്റ്റിൽ എങ്ങനെയാണ് ലെറ്റേഴ്സ് വരുന്നതെന്നാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഹിന്ദിയിലും മറ്റേതോ ഭാഷയിലും, ബംഗാളി, ഒറിയ ഏതോ ഭാഷയാണെന്ന് തോന്നുന്നു, അതിൽ രണ്ടിലും എഴുതി കാണിച്ചിട്ടുണ്ട്. ഇനി ഏതൊക്കെ ഭാഷയാണ് സ്ക്രിപ്റ്റിൽ ഒരുമിച്ച് കൊണ്ടുവരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇറ്റ്സ് ആൻ ഓൾട്ടർനേറ്റീവ് സ്ക്രിപ്റ്റ് ഫോർ ദ ലാംഗ്വേജസ് ഓഫ് ഇന്ത്യ ഡെവലപ്ഡ് ബൈ എ ടീം ഓഫ് അറ്റ് ദ IIT മദ്രാസ് ലെഡ് ബൈ ഡോക്ടർ ശ്രീനിവാസ ചക്രവർത്തി. അപ്പോൾ ഡോക്ടർ ശ്രീനിവാസ ചക്രവർത്തിയുടെ കീഴിൽ IIT മദ്രാസിലുള്ളൊരു ടീമാണ് സ്ക്രിപ്റ്റ് കൊണ്ടുവന്നത്. അത് ഇന്ത്യയിലുള്ള 9 ഭാഷകളെ യൂണിഫൈ ചെയ്തിട്ട് കൊണ്ടുവന്ന ഒരു സ്ക്രിപ്റ്റാണ്. ഇന്ത്യൻ ലാംഗ്വേജസിനുള്ള ഒരു ഓൾട്ടർനേറ്റീവ് സ്ക്രിപ്റ്റ് ആണെന്ന് പറയാം. ഇന്ത്യയിലുള്ള ഈ 9 ഭാഷയ്ക്ക് പകരമായിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് സ്ക്രിപ്റ്റ് ആണെന്ന് പറയാം. ദിസ് സ്ക്രിപ്റ്റ് ഹാവ് ബീൻ യൂസ്ഡ് ടു ഇൻ്റഗ്രേറ്റ് ലാംഗ്വേജസ് ഇൻക്ലൂഡിംഗ് ദേവനാഗരി, ബംഗാളി, ഗുരുമുഖി, ഗുജറാത്തി, ഒറിയ, തെലുഗു, കന്നഡ, മലയാളം, തമിഴ്. ഇത്രയും സ്ക്രിപ്റ്റിനെ ഒരുമിച്ച് കൊണ്ടുവരികയാണ്
ഈ ഭാരതി സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ദേവനാഗരി. ദേവനാഗരി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹിന്ദി, സാൻസ്ക്രിറ്റ് ലെറ്റേഴ്സൊക്കെ അതാണ് ദേവനാഗരി. ദെൻ ബംഗാളി, ഗുരുമുഖി, ഗുജറാത്തി, ഒറിയ, തെലുഗു, കന്നഡ, മലയാളം, തമിഴ്. ഇത്രയും സ്ക്രിപ്റ്റ്സിനെ ഒരുമിച്ച് ചേർത്ത് യൂണിഫൈ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഇവർ കൊണ്ടുവരുന്നത്. ഇതിന് പകരമായിട്ട് ദ ഭാരതി ക്യാരക്ടേഴ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് 3 tiers സ്റ്റാക്ഡ് വെർട്ടിക്കലി. അതിൻ്റെ ഫോർമാറ്റ് പറയുമ്പോഴേക്കും വെർട്ടിക്കലി സ്റ്റാക്ഡ് 3 tier സിസ്റ്റമാണ്. ഓക്കെ, 3 tiers സ്റ്റാക്ഡ് വെർട്ടിക്കലി അതാണ് അതിൻ്റെ ഫോർമാറ്റ് വരുന്നൊരു രീതി. ഭാരതി സ്ക്രിപ്റ്റിനകത്ത് 17 വവൽസും 22 കൺസണൻസും ഉണ്ട്. ഓക്കെ, 17 സ്വരാക്ഷരങ്ങളും 22 വ്യഞ്ജനാക്ഷരങ്ങളും ഉണ്ട്. ഇനി എന്തിനാണ് ഇങ്ങനെ ഒരു യൂണിഫൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്? കോമൺ സ്ക്രിപ്റ്റ് ഫോർ ദ എൻറ്റയർ കൺട്രി ഈസ് ഹോപ്ഡ് ടു ബ്രിങ് ഡൗൺ മെനി കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് എല്ലാം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യയിൽ പല ഭാഷകളുണ്ട് അല്ലേ, ഒരുപാട് ഭാഷകളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. സോ അങ്ങനെ വരുന്ന ഒരു കൺഫ്യൂഷൻ, കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഭാരതി സ്ക്രിപ്റ്റ് കൊണ്ടുവരുന്നത്. അടുത്ത ആർട്ടിക്കിളിലേക്ക് പോകാം. നാഗർധൻ എക്സ്കവേഷൻസ്, ഫൈൻഡിങ്സ് ഓൺ വാഗതക ഡൈനാസ്റ്റി. Archaeological excavations at Nagarthan near Nagpur have provided concrete evidence on the life, religious affiliations and trade practices of Vagadaga dynasty and also about the Vagadaga rule under Queen Prabhavati Gupta. നാഗർധൻ എന്ന് പറയുന്ന സ്ഥലത്ത്, നാഗ്പൂരിനടുത്തുള്ള നാഗർധൻ എന്ന് പറയുന്ന സ്ഥലത്ത് ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് നടത്തിയപ്പോൾ വാഗതക ഡൈനാസ്റ്റിയെ കുറിച്ചിട്ടുള്ള കുറച്ച് എവിഡൻസസ് കിട്ടി. അവരുടെ ലൈഫ്, റിലീജിയസ് അഫിലിയേഷൻസ്, ട്രേഡ് പ്രാക്ടീസസ് അതിനെയൊക്കെ സംബന്ധിക്കുന്നതായിട്ടുള്ള കുറച്ച് എവിഡൻസസ് കിട്ടി. ആൻഡ് ഓൾസോ അബൌട്ട് വാഗതക റൂൾ അണ്ടർ ക്യൂൻ പ്രഭാവതി ഗുപ്ത. ക്യൂൻ പ്രഭാവതി ഗുപ്തയുടെ കീഴിലുണ്ടായിരുന്ന വാഗതക റൂളിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അവിടുന്ന് എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. About findings and their significance, an oval-shaped ceiling has been traced. It belongs to the period when Prabhavati Gupta was the queen of the Vagadaga dynasty. ഒരു oval-shaped seal കിട്ടിയിട്ടുണ്ട്. oval-shaped ceiling. അപ്പോൾ അതിന് അവരുടെ പേര് എഴുതിയിട്ടുണ്ട് ബ്രാഹ്മി സ്ക്രിപ്റ്റിൽ. താഴെ കണ്ടോ, ഇറ്റ് ബിയേഴ്സ് ഹെർ നെയിം ഇൻ ബ്രാഹ്മി സ്ക്രിപ്റ്റ്. ബ്രാഹ്മി സ്ക്രിപ്റ്റിൽ അവരുടെ പേര് ഈ കണ്ടെടുത്ത സീലിങ്ങിനകത്ത് എഴുതിയിട്ടുണ്ട്. പ്രഭാവതി ഗുപ്ത വാഗതക ഡൈനാസ്റ്റിയുടെ ക്യൂൻ ആയിരുന്ന സമയത്തുണ്ടായിരുന്ന ഒരു സീലിംഗ് ആണ് ഇത്. അവരുടെ പേര് ബ്രാഹ്മി സ്ക്രിപ്റ്റിൽ ആ സീലിങ്ങിനകത്ത് എഴുതിയിട്ടുമുണ്ട്. എലോങ് വിത്ത് ദ ഡെപ്പിക്ഷൻ ഓഫ് എ കോഞ്ച്, ഒരു ശംഖിൻ്റെ ഡെപ്പിക്ഷനും കൂടെ അതിലുണ്ടായിരുന്നു. ഒരു ശംഖിൻ്റെ പടവും കൂടെ ആ സീലിങ്ങിനകത്ത് ഉണ്ടായിരുന്നു. ദ പ്രസൻസ് ഓഫ് ദ കോഞ്ച് സ്കോളേഴ്സ് സേ ഈസ് എ സൈൻ ഓഫ് ദ വൈഷ്ണവ അഫിലിയേഷൻ ദാറ്റ് ദ ഗുപ്താസ് ഹെൽത്ത്. അപ്പോൾ ഈ കോഞ്ചിൻ്റെ പ്രസൻസ്, കോഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ശംഖാണ്. ശംഖിൻ്റെ പ്രസൻസ് കാരണം വൈഷ്ണവ അഫിലിയേഷനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഗുപ്ത ഡൈനാസ്റ്റിക്ക് ഉണ്ടായിരുന്ന വൈഷ്ണവ അഫിലിയേഷൻ, അവർ വൈഷ്ണവരായിരുന്നു ഗുപ്ത ഡൈനാസ്റ്റിയിലുള്ളവർ. പക്ഷേ ഈ വാഗതക ഡൈനാസ്റ്റിയിലുള്ളവർ ഫോളോ ചെയ്തിരുന്നത് ശൈവിസമാണ്. അവർ ശൈവിസത്തിൽ വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളായിരുന്നു ഈ വാഗതക ഡൈനാസ്റ്റിയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഗുപ്തന്മാർ വൈഷ്ണവ അഫിലിയേറ്റ്സ് ആയിരുന്നു. എ കോപ്പർ പ്ലേറ്റ് ഇഷ്യൂഡ് ബൈ ക്യൂൻ പ്രഭാവതി ഗുപ്ത ഹാസ് ഓൾസോ ബീൻ ഫൗണ്ട്. ക്യൂൻ പ്രഭാവതി ഗുപ്ത ഇഷ്യൂ ചെയ്തിരുന്ന ഒരു കോപ്പർ പ്ലേറ്റും കണ്ടെത്തിയിട്ടുണ്ട്. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ ജീനിയോളജി ഓഫ് ദ ഗുപ്താസ് മെൻഷനിങ് ദ ക്യൂൻസ് ഗ്രാൻഡ് ഫാദർ സമുദ്രഗുപ്ത ആൻഡ് ഹെർ ഫാദർ ചന്ദ്രഗുപ്ത സെക്കൻഡ്. ഈ കണ്ടെടുത്ത കോപ്പർ പ്ലേറ്റിനകത്ത് ഈ ക്യൂനിൻ്റെ ഗ്രാൻഡ് ഫാദർ ആയിരുന്ന സമുദ്രഗുപ്തനെ, ഫാദർ ആയിരുന്ന ചന്ദ്രഗുപ്ത സെക്കൻഡിനെയൊക്കെ കുറിച്ച് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സിൻസ് ദ വാഗതക പീപ്പിൾ ട്രേഡഡ് വിത്ത് ഇറാൻ ആൻഡ് ബിയോണ്ട് ത്രൂ ദ മെഡിറ്ററേനിയൻ സീ, സ്കോളേഴ്സ് സജസ്റ്റ് ദാറ്റ് ദീസ് സീലിംഗ്സ് കുഡ് ഹാവ് ബീൻ യൂസ്ഡ് ആസ് എൻ ഒഫീഷ്യൽ റോയൽ പെർമിഷൻ ഇഷ്യൂഡ് ഫ്രം ദ ക്യാപിറ്റൽ സിറ്റി. ഈ വാഗതക പീപ്പിൾ ട്രേഡ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇറാനുമായിട്ടും മറ്റ് രാജ്യങ്ങളുമായിട്ടും മെഡിറ്ററേനിയൻ സീ കടന്നൊക്കെ പോയി ഇവർ ട്രേഡ് നടത്തിയിട്ടുണ്ടായിരുന്നു, കച്ചവടം നടത്തിയിട്ടുണ്ടായിരുന്നു. സോ സ്കോളേഴ്സ് പറയുന്നത് ഈ സീലിംഗ്സ് കുഡ് ഹാവ് ബീൻ യൂസ്ഡ് ആസ് എൻ ഒഫീഷ്യൽ റോയൽ പെർമിഷൻ ഇഷ്യൂഡ് ഫ്രം ദ ക്യാപിറ്റൽ സിറ്റി. ക്യാപിറ്റൽ സിറ്റിയിൽ നിന്ന് ഇഷ്യൂ ചെയ്തിരുന്ന ഒരു റോയൽ പെർമിഷൻ ആയിട്ടാണ് ഈ സീലിംഗ്സ് അവർ ഉപയോഗിച്ചിരുന്നത് എന്നാണ് സ്കോളേഴ്സ് പറയുന്നത്. ബിസൈഡ്സ് ദീസ് വെർ യൂസ്ഡ് ഓൺ ഡോക്യുമെൻറ്റ്സ് ദാറ്റ് സോട്ട് മാൻഡേറ്ററി റോയൽ പെർമിഷൻസ്. അതുപോലെ തന്നെ റോയൽ പെർമിഷൻസ് ആവശ്യമുണ്ടായിരുന്ന സന്ദർഭങ്ങളിൽ ഡോക്യുമെൻറ്റ്സ് ആയിട്ടും ആ പെർമിഷൻ കൊടുക്കുന്ന തരത്തിൽ, അംഗീകരിക്കപ്പെടുന്ന തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് ആയിട്ടും ഇവർ ഈ സീലിംഗ്സും ഉപയോഗിച്ചിരുന്നു ഈ വാഗതക ഡൈനാസ്റ്റിയിലെ ജനങ്ങൾ. ഹു വാസ് ക്യൂൻ പ്രഭാവതി ഗുപ്ത? വാഗതക റൂളേഴ്സ് വെയർ നോൺ ടു ഹാവ് ഫോർജ്ഡ് സെവറൽ മാട്രിമോണിയൽ അലയൻസസ് വിത്ത് അതർ ഡൈനാസ്റ്റീസ് ഓഫ് ദെയർ ടൈംസ്. ഈ വാഗതക ഡൈനാസ്റ്റിക്ക് മറ്റ് ഡൈനാസ്റ്റീസുമായിട്ട് മാട്രിമോണിയൽ അലയൻസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഈ പ്രഭാവതി ഗുപ്ത. പ്രഭാവതി ഗുപ്ത ഡൈനാസ്റ്റിയിലുള്ളൊരു മെമ്പറായിരുന്നു. ഈ വാഗതക ഡൈനാസ്റ്റിയിലെ രുദ്രസേന സെക്കൻഡ് എന്ന് പറയുന്ന ആ രാജാവിനെ കല്യാണം കഴിച്ചിട്ടാണ് ഇവർ
വാഗതക ഡൈനാസ്റ്റിയുടെ ഭാഗമായി മാറിയത്. അതിനുശേഷമാണ് ഇവർക്ക് ചീഫ് ക്യൂൻ എന്ന് പറയുന്ന പൊസിഷനൊക്കെ കിട്ടിയത്. സ്കോളേഴ്സ് സേ ക്യൂൻ പ്രഭാവതി ഗുപ്ത വാസ് അമംഗ് എ ഹാൻഡ്ഫുൾ ഓഫ് വിമൻ റൂളേഴ്സ് ഇൻ ഇന്ത്യ ടു ഹാവ് റെയിൻഡ് ഓവർ എനി കിങ്ഡം ഡ്യൂറിങ് ആൻഷ്യൻ ടൈംസ്. അപ്പോൾ ആൻഷ്യൻ സമയത്ത്, ആൻഷ്യൻ കാലഘട്ടത്തിൽ പ്രാചീന ഇന്ത്യ ഭരിച്ചിരുന്ന വളരെ കുറച്ച് വിമൻ റൂളേഴ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിലൊരാളായിരുന്നു പ്രഭാവതി ഗുപ്ത. അപ്പോൾ പ്രഭാവതി ഗുപ്തയ്ക്ക് ശേഷം, അങ്ങനെ ആൻഷ്യൻ്റ് ഇന്ത്യയിൽ, അല്ലെങ്കിൽ പ്രഭാവതി ഗുപ്തയ്ക്ക് ശേഷം വാഗതക ഡൈനാസ്റ്റിയിൽ മറ്റൊരു വിമൻ റൂളറിനെ പറയുന്നില്ല ഒരിടത്തും. പ്രഭാവതി ഗുപ്ത ഏകദേശം 10 വർഷത്തോളം വാഗതക ഡൈനാസ്റ്റി ഭരിച്ചിട്ടുണ്ട്. അതിനുശേഷം അവരുടെ മകൻ പ്രവരസേന സെക്കൻഡാണ് പിന്നെ ഭരണം ഏറ്റെടുത്തത്. ഷീ ഹാഡ് എ പിവോട്ടൽ റോൾ ഇൻ പ്രൊപ്പഗേഷൻ ഓഫ് വൈഷ്ണവ പ്രാക്ടീസസ് ഇൻ ദ വിദർഭ റീജിയൻ ഓഫ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ വിദർഭ റീജിയനിൽ വൈഷ്ണവ പ്രാക്ടീസസ് പ്രൊപ്പഗേറ്റ് ചെയ്തിരുന്ന ഒരാളായിരുന്നു പ്രഭാവതി ഗുപ്ത. ഇനി നമുക്ക് വാഗതക ഡൈനസ്റ്റിയെക്കുറിച്ച് കുറച്ച് പോയിന്റ്സ് നോക്കാം. റൂൾഡ് പാർട്സ് ഓഫ് സെൻട്രൽ ആൻഡ് സൗത്ത് ഇന്ത്യ ബിറ്റ്വീൻ 3rd and 5th centuries. 3-ാം നൂറ്റാണ്ടിനും 5-ാം നൂറ്റാണ്ടിനും ഇടയിൽ സെൻട്രൽ ആൻഡ് സൗത്ത് ഇന്ത്യ ഭരിച്ചിരുന്നതായിരുന്നു ഈ വാഗതക ഡൈനസ്റ്റി. സെൻട്രൽ ആൻഡ് സൗത്ത് ഇന്ത്യ. റൂൾ എക്സ്റ്റെൻഡഡ് ഫ്രം ദ സദേൺ എഡ്ജസ് ഓഫ് മാൽവ ആൻഡ് ഗുജറാത്ത് ഇൻ ദ നോർത്ത് to the Tungabhadra river in the south, as well as from the Arabian Sea in the west to the edges of Chhattisgarh in the east. ഇനി ഈ രാജവംശത്തിൻ്റെ ബൗണ്ടറീസ് ആണ് ഈ പറയുന്നത്. നോർത്തിൽ മാൽവ ആൻഡ് ഗുജറാത്ത്, സൗത്തിൽ തുംഗഭദ്ര റിവർ, ഈസ്റ്റിൽ വരുമ്പോൾ ഛത്തീസ്ഗഡ് ആൻഡ് വെസ്റ്റിൽ അറേബ്യൻ സീ. ഇങ്ങനെയാണ് അതിൻ്റെ ബൗണ്ടറീസ് വരുന്നത്. ദേ വേർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സക്സസേഴ്സ് ഓഫ് ദ ശതവാഹനാസ് ഇൻ ദ ഡെക്കാൻ ആൻഡ് കണ്ടംപറേനീസ് വിത്ത് ദ ഗുപ്താസ് ഇൻ ദ നോർത്ത് ഇന്ത്യ. ശതവാഹനന്മാരുടെ പിൻഗാമികളായിരുന്നു. ഡെക്കാൻ ഭരിച്ചിരുന്ന ശതവാഹനന്മാരുടെ പിൻഗാമികളും അതുപോലെ തന്നെ ഗുപ്ത ഡൈനാസ്റ്റിയുടെ കണ്ടംപററീസുമായിരുന്നു. ഗുപ്ത ഡൈനാസ്റ്റി ഇവരുടെ സമകാലികരായിരുന്നു. ദേ വേർ ഷൈബൈറ്റ് റൂളേഴ്സ്. നേരത്തെ പറഞ്ഞതാണ്, ഈ വാഗതക ഡൈനാസ്റ്റിയിൽ ഷൈവിസം ഫോളോ ചെയ്തിരുന്ന ഒരു ഡൈനാസ്റ്റിയാണ്. ആൻഡ് ഇവിടെ എവിഡൻസസ് ഓഫ് വൈഷ്ണവിസം വന്നത് ഗുപ്ത ഡൈനാസ്റ്റിയിലെ ഒരു മെമ്പർ അവിടെ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, ഗുപ്ത ഡൈനാസ്റ്റി ഫോളോ ചെയ്തിരുന്ന വൈഷ്ണവിസവും ഈ വാഗതക ഡൈനാസ്റ്റി ഫോളോ ചെയ്തിരുന്നത് ശൈവിസവുമാണ്. പ്രഭാവതി ഗുപ്തയാണ് ഈ ഒരു ഡൈനാസ്റ്റിയിൽ വൈഷ്ണവിസം പ്രൊപ്പഗേറ്റ് ചെയ്തിരുന്നത്. നാഗർധൻ സെർവ്ഡ് ആസ് എ ക്യാപിറ്റൽ ഓഫ് വാഗതക കിങ്ഡം. വാഗതക രാജവംശത്തിൻ്റെ ഒരു ക്യാപിറ്റലായിട്ട് നിലനിന്നിരുന്നത് നാഗർധനാണ്. വാഗതക രാജവംശത്തിൻ്റെ ക്യാപിറ്റലായിട്ട് നിലനിന്നിരുന്നത് നാഗർധനാണ്. ദ എലിഫൻറ്റ് ഗോഡ് വാസ് എ കോമൺലി വർഷിപ്ഡ് ഡൈറ്റി ഇൻ ദോസ് ടൈംസ്. ആ കാലഘട്ടത്തിൽ ഇവർ എലിഫൻറ്റ് ഗോഡ്, ആനയെ ദൈവമായിട്ട് കണ്ട് വർഷിപ്പ് ചെയ്തിരുന്നു. ആനിമൽ റിയറിംഗ് വാസ് വൺ ഓഫ് ദ മെയിൻ ഓക്യുപ്പേഷൻസ്. ഇവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് ആനിമൽ റിയറിംഗ് ആയിരുന്നു. റിമെയിൻസ് ഓഫ് 7 സ്പീഷീസ് ഓഫ് ഡൊമസ്റ്റിക് ആനിമൽസ് ഹാവ് ബീൻ ട്രേസ്ഡ്. ഏകദേശം 7 സ്പീഷീസ് ഓഫ് ഡൊമസ്റ്റിക് ആനിമൽസിൻ്റെ റിമെയിൻസ് എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ട് ഈ സൈറ്റ്സിൽ നിന്ന്. ക്യാറ്റിൽ, ഗോട്ട്, ഷീപ്പ്, പിഗ്, ക്യാറ്റ്, ഹോഴ്സ്, ഫൗൾ. The rock-cut Buddhist viharas and chaityas of Ajanta Caves, a UNESCO World Heritage Site, were built under the patronage of Vagataka Emperor Harisena. The rock-cut Buddhist viharas and chaityas of Ajanta Caves were built under the patronage of Vagataka Emperor Harisena. അജന്ത കേവിലുള്ള റോക്കറ്റ് ബുദ്ധിസ്റ്റ് വിഹാര ആൻഡ് ചൈത്യാസ് നിർമ്മിച്ചിരുന്നത് വാഗതക ചക്രവർത്തിയായിരുന്ന ഹരിസേനൻ്റെ കാലത്താണ്. ഈ അജന്ത കേവ്സ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. ഓക്കെ, അജന്ത കേവ്സ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. ഇത്രയേ ഉള്ളൂ വാഗതക ഡൈനാസ്റ്റിയെക്കുറിച്ച്. ദെൻ ഭീമ കൊറിഗാവോൺ ആനിവേഴ്സറി എന്താണെന്ന് നോക്കാം. 202nd anniversary of the Bhima Koregaon Battle of 1818 was observed on January 1st, 2020. 2020 ജനുവരി 1-ാം തീയതി ഭീമ കൊറിഗാവോൺ ബാറ്റിലിൻ്റെ 202ാമത്തെ വാർഷികം ആഘോഷിക്കുകയാണ്. 1818 ഭീമ കൊറിഗാവോൺ യുദ്ധം നടന്നത്. എബൌട്ട് ദി ഭീമ കൊറിഗാവോൺ ബാറ്റിൽ കൂടുതൽ നോക്കാം. A battle was fought in the Bhima Koregaon, a district in Pune, with a strong historical Dalit connection between the Peshwa forces and British on January 1st, 1818. ജനുവരി 1, 1818 ബ്രിട്ടീഷ് ആർമിയിലുണ്ടായിരുന്ന ദളിത്സും പേഷ്വ ഫോഴ്സസും തമ്മിൽ നടന്നിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റാണ് ഈ ഭീമ കൊറിഗാവോൺ ബാറ്റിൽ എന്ന് പറയുന്നത്. പൂനെയിൽ വെച്ചാണ് നടന്നിട്ടുള്ളത്. ബ്രിട്ടീഷ് ആർമി വിച്ച് കംപ്രൈസ്ഡ് മെനി ഓഫ് ദ ദളിത് സോൾജിയേഴ്സ് ഫൗട്ട് ദ അപ്പർ കാസ്റ്റ് ഡൊമിനേറ്റഡ് പേഷ്വ ആർമി. ഈ പേഷ്വ എന്ന് പറയുന്നത് അപ്പർ കാസ്റ്റിൽ വരുന്ന ഒരു സെക്ഷനാണ്. ആൻഡ് ഈ ബ്രിട്ടീഷുകാരുടെ സോൾജിയേഴ്സിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നതെല്ലാം ദളിത്സ് ആയിരുന്നു മിക്കവാറും. ആ ദളിത്സ് ഈ അപ്പർ കാസ്റ്റിലുള്ള ഈ പേഷ്വാസുമായിട്ട് നടന്ന ഫൈറ്റാണ്, അല്ലെങ്കിൽ ആ ഒരു ബാറ്റിലിനെയാണ് ഭീമ കൊറിഗാവോൺ ബാറ്റിൽ എന്ന് പറയുന്നത്. ദ ബ്രിട്ടീഷ് ട്രൂപ്സ് ഡിഫീറ്റഡ് ദ പേഷ്വ ആർമി. ബ്രിട്ടീഷ് ട്രൂപ്സ് പേഷ്വ ആർമിയെ പരാജയപ്പെടുത്തി. ഔട്ട്കംസ് ഓഫ് ദ ബാറ്റിൽ. ദ വിക്ടറി വാസ് സീൻ ആസ് എ വിൻ അഗെയിൻസ്റ്റ് ദ കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഓപ്പറേഷൻ. ഓക്കെ, അന്നത്തെ കാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു വിക്ടറി ആയിരുന്നു ഈ ഭീമ കൊറിഗാവോൺ ബാറ്റിൽ ദളിത്സ്
ജയിച്ചത്. പേഷ്വാസ് വെയർ നൊട്ടോറിയസ് ഫോർ ദെയർ ഓപ്പറേഷൻ ആൻഡ് പെർസെക്യൂഷൻ ഓഫ് മഹർ ദളിറ്റ്സ്. പേഷ്വാസ് ഉന്നത കുലജാതരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഈ മഹർ ദളിത് ആയിരുന്നു ഈ ബ്രിട്ടീഷുകാരുടെ സേനയിലുണ്ടായിരുന്ന സോൾജിയേഴ്സ് എല്ലാം. ഈ മഹർ ദളിറ്റ്സിനെ ഒപ്രസ് ചെയ്ത് അവരെ ഒന്നും അടിച്ചമർത്തി സ്ലേവ്സ് പോലെ കണ്ടിരുന്ന ഒരു സമയമായിരുന്നു അന്നത്തെ കാലം. ദ വിക്ടറി ഇൻ ദ ബാറ്റിൽ ഓവർ പേഷ്വാസ് ഗാവ് ദളിറ്റ്സ് എ മോറൽ വിക്ടറി ആൻഡ് എ വിക്ടറി എഗെയിൻസ്റ്റ് കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഓപ്പറേഷൻ ആൻഡ് സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി. ഈ ഭീമ-കൊറിഗാവൺ യുദ്ധത്തിൽ പേഷ്വാസിന് മേലെ ഇവർക്കൊരു വിജയമുണ്ടായത് ഒരു കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ അവസാനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വിജയമായിരുന്നു. ഹൗവർ ദ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഓഫ് ബ്രിട്ടീഷ് ക്രിയേറ്റഡ് മൾട്ടിപ്പിൾ ഫിഷേഴ്സ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി വിച്ച് ഈസ് ഈവൻ വിസിബിൾ ടുഡേ ഇൻ ദ വേ ഓഫ് എക്സസീവ് കാസ്റ്റ് ആൻഡ് റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ വിച്ച് നീഡ്സ് ടു ബി ചെക്ഡ് കീപ്പിംഗ് ഇൻ മൈൻഡ് ദ ടെനറ്റ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി എന്ന് പറയുന്നൊരു കാര്യം ബ്രിട്ടീഷേഴ്സ് 1857 റിവോൾട്ടിന് ശേഷം അവരെടുത്തൊരു നയമാണ് ഇന്ത്യ ഭരിക്കാൻ വേണ്ടി ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്നത്. ഈ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയുടെ ഭാഗമായിട്ട് ഒരുപാട് ഡീമെറിറ്റ്സ് ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ. അങ്ങനെയാണ് കാസ്റ്റ് ആൻഡ് റിലീജിയസ് സിസ്റ്റം ഡിസ്ക്രിമിനേഷനൊക്കെ ഇത്രയും ക്രൂവലായ രീതിയിലേക്ക് ആയത്. വൈ ഭീമ-കൊറിഗാവൺ ഈസ് സീൻ ആസ് എ ദളിത് സിമ്പൽ. ഒരു ദളിത് സിമ്പലായിട്ട് ഇത് എന്തുകൊണ്ട് കാണുന്നു എന്ന് പറഞ്ഞാൽ ദ ബാറ്റിൽ ഹാസ് ഇത് അൾട്ടിമേറ്റ്ലി ബ്രിട്ടീഷേഴ്സും പേഷ്വയും തമ്മിലുള്ള ഒരു യുദ്ധമായിരുന്നു. പക്ഷേ എന്നാലും ഇതിനെ ഒരു ദളിത് സിമ്പലായിട്ട് കാണുന്നുണ്ട്. ദ ബാറ്റിൽ ഹാസ് കെയിം ടു ബി സീൻ ആസ് എ സിമ്പൽ ഓഫ് ദളിത് പ്രൈഡ് ബിക്കോസ് എ ലാർജ് നമ്പർ ഓഫ് സോൾജിയേഴ്സ് ഇൻ ദ കമ്പനി ഫോഴ്സ് വെയർ ദ മഹർ ദളിറ്റ്സ്. കാരണം കമ്പനിയുടെ ഫോഴ്സിൽ ഉണ്ടായിരുന്നതിൽ മെജോറിറ്റി ആളുകളും ആരായിരുന്നു? മഹർ ദളിറ്റ്സ് ആയിരുന്നു. സിൻസ് ദ പേഷ്വാസ് ഹു വെയർ ബ്രാഹ്മിൻസ് വെയർ സീൻ ആസ് ഒപ്രസേഴ്സ് ഓഫ് ദളിറ്റ്സ്, വിക്ടറി ഓഫ് ദ മഹർ സോൾജിയേഴ്സ് ഓവർ ദ പേഷ്വാ ഫോഴ്സ് ഇസ് സീൻ ആസ് എ ദളിത് അസേർഷൻ. അപ്പോൾ പേഷ്വാസ് എന്ന് പറയുന്നത് ബ്രാഹ്മിൻസ് ആയിരുന്നു. സോ അവിടെ ഹയർ കാസ്റ്റ് ആൻഡ് ലോവർ കാസ്റ്റ് തമ്മിലുള്ള ഒരു യുദ്ധമാണ് നടന്നത്. അങ്ങനെ ദളിറ്റ്സ് ജയിച്ചത് കൊണ്ടാണ് ഇതിനെ ഒരു ദളിത് സിമ്പലായിട്ട് കണക്കാക്കുന്നത്. ഓൺ January 1, 1927, B.R. Ambedkar visited the memorial erected on the spot which bears the names of dead including the nearly 2 dozen Mahar soldiers. അപ്പോൾ January 1, 1927 അംബേദ്കർ ഈ സ്പോട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. The men who fought in the battle of Koregaon were the Mahars and the Mahars are untouchable. അപ്പോൾ ഈ കൊറിഗാവൺ യുദ്ധത്തിൽ പങ്കെടുത്ത ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്ന് ബ്രിട്ടീഷ് സോൾജിയേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് പങ്കെടുത്ത ബ്രിട്ടീഷ് സോൾജിയേഴ്സിൽ മെജോറിറ്റി ആളുകളും മഹേഴ്സ് ആയിരുന്നു. മഹർ എന്ന് പറയുന്നത് അൺടച്ചബിൾസ് ആയിരുന്നു. അടുത്ത ആർട്ടിക്കിളിലേക്ക് പോകാം. സാവിത്രിഭായ് ഭൂലെ. ബർത്ത് ആനിവേഴ്സറി ഓഫ് ഇന്ത്യൻ സോഷ്യൽ റിഫോമർ സാവിത്രിഭായ് ഭൂലെ ഈസ് ഒബ്സർവ്ഡ് ഓൺ January 3. ജനുവരി 3 സാവിത്രിഭായ് ഭൂലെയുടെ ബർത്ത് ആനിവേഴ്സറി ആഘോഷിച്ചിട്ടുണ്ട്. ബോൺ ഇൻ Naigaon in Maharashtra on January 3, 1831, Phule is widely regarded as one of the India's first generation modern feminists for her significant contribution in ensuring equal education opportunities under British Raj. 1831 ജനുവരി 3 മഹാരാഷ്ട്രയിലെ നായ്ഗാവൺ എന്ന് പറയുന്ന സ്ഥലത്താണ് സാവിത്രിഭായ് ഭൂലെ ജനിച്ചതാണ്. ഫസ്റ്റ് ജനറേഷൻ മോഡേൺ ഫെമിനിസ്റ്റിൽ ഒരാളായിരുന്നു സാവിത്രിഭായ് ഭൂലെ. ഇന്ത്യയുടെ ഫസ്റ്റ് ജനറേഷൻ മോഡേൺ ഫെമിനിസ്റ്റിൽ ഒരാളായിരുന്നു സാവിത്രിഭായ് ഭൂലെ. ഷീ ബിക്കെയിം ദ ഫസ്റ്റ് ഫീമെയിൽ ടീച്ചർ ഇൻ ഇന്ത്യ ഇൻ 1848. 1848 ഇന്ത്യയിലെ ആദ്യത്തെ ഫീമെയിൽ ടീച്ചറായിട്ട് മാറിയത് സാവിത്രിഭായ് ഭൂലെയാണ്. ആൻഡ് ഓപ്പൺഡ് എ സ്കൂൾ ഫോർ ഗേൾസ് അലോങ് വിത്ത് ഹർ ഹസ്ബൻഡ് സോഷ്യൽ റിഫോമർ ജ്യോതിറാവ് ഭൂലെ. 1848 ഇന്ത്യയിലെ ആദ്യത്തെ ഫീമെയിൽ ടീച്ചറായിട്ട് മാറിയത് സാവിത്രിഭായ് ഭൂലെയാണ്. ആൻഡ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഒരു സ്കൂള്, പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു സ്കൂൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു അലോങ് വിത്ത് ജ്യോതിറാവ് ഭൂലെ, ഹർ ഹസ്ബൻഡ്. ദ ടു ഓൾസോ വർക്ക്ഡ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ് ബേസ്ഡ് ഐഡൻറ്റിറ്റി. അപ്പോൾ ജാതി വ്യവസ്ഥ പറഞ്ഞ് വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ജാതി വ്യവസ്ഥയുടെ പേരിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് നിർത്തുക, അവഗണിച്ച് നിർത്തുക, അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചിരുന്ന രണ്ട് വ്യക്തികളാണ് സാവിത്രിഭായ് ഭൂലെയും ജ്യോതിറാവ് ഭൂലെയും. സംതിങ് വെഹമൻലി ഒപ്പോസ്ഡ് ബൈ ദ ഓർത്തഡോക്സ് സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി ഓഫ് പൂനെ. അപ്പോൾ അന്നത്തെ കാലത്ത് ജാതി വ്യവസ്ഥ അത്രയും അതിൻ്റെ ഹൈ പീക്കിൽ നിന്നൊരു സമയമാണ്. സോ ഹൈ കാസ്റ്റിലുള്ളവർ എന്ത് ചെയ്യും, ലോ കാസ്റ്റിലുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം പോലും നിഷേധിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് അതിനെഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്തിരുന്ന രണ്ടുപേരായിരുന്നു ഇവർ. ഷി വെൻറ്റ് ഓൺ ടു എസ്റ്റാബ്ലിഷ് എ ഷെൽട്ടർ ഫോർ വിഡോസ് ഇൻ 1854. 1854 വിധവകൾക്ക് വേണ്ടി അവരെ അധിവസിപ്പിക്കുന്നതിനായിട്ടൊരു ഷെൽട്ടർ ഹോം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വിച്ച് ഷി ഫർദർ ബിൽറ്റ് ഓൺ ഇൻ 1864 ടു ഓൾസോ അക്കോമഡേറ്റ് ഡെസ്റ്റിറ്റ്യൂട്ട് വിമൻ ആൻഡ് ചൈൽഡ് ബ്രൈഡ്സ് കാസ്റ്റ് എസൈഡ് ബൈ ദെയർ ഫാമിലീസ്. 1854 തുടങ്ങിയ ഈ ഷെൽട്ടർ ഹോം 1864 ഇവർ
നിരാലംബരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ വേണ്ടി തുറന്നു കൊടുത്തു. ഫൂലെ ഓൾസോ പ്ലേഡ് എ പിവറ്റൽ റോൾ ഇൻ ഡയറക്റ്റിംഗ് ദ വർക്ക് ഓഫ് ദ സത്യശോധക് സമാജ് ഫോംഡ് ബൈ ഹർ ഹസ്ബൻഡ് വിത്ത് ദ ഒബ്ജക്റ്റീവ് ടു അച്ചീവ് ഈക്വൽ റൈറ്റ്സ് ഫോർ ദ മാർജിനലൈസ്ഡ് ലോവർ കാസ്റ്റ്. അപ്പോൾ താഴ്ന്ന ജാതിയിലുള്ള ആളുകൾക്ക് ഈക്വൽ റൈറ്റ്സ് കിട്ടണമെന്ന ആവശ്യത്തോടു കൂടി സത്യശോധക് സമാജ്, അത് ജ്യോതിറാവ് ഫൂലെ തുടങ്ങി വെച്ചതാണ്. അത് ഇവർ രണ്ടുപേരും കൂടെ സത്യശോധക് സമാജ് താഴ്ന്ന ജാതിയിലുള്ളവർക്ക് അവരുടെ ഈക്വൽ റൈറ്റ്സ് വേണം എന്ന ആവശ്യത്തോടു കൂടി അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സാവിത്രിഭായ് ഓപ്പൺഡ് എ ക്ലിനിക് ഇൻ 1897 ഫോർ വിക്ടിംസ് ഓഫ് ദ ബ്യൂബോണിക് പ്ലേഗ് ദാറ്റ് സ്പ്രെഡ് അക്രോസ് മഹാരാഷ്ട്ര ജസ്റ്റ് ബിഫോർ ദ ടേൺ ഓഫ് ദ സെഞ്ചുറി. അപ്പോൾ മഹാരാഷ്ട്രയിൽ 1897 ബ്യൂബോണിക് പ്ലേഗ് സ്പ്രെഡ് ചെയ്തിരുന്ന സമയത്ത് ഒരു ക്ലിനിക് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു സാവിത്രിഭായ് ഫൂലെ. പ്ലേഗ് വിക്ടിംസിന് അധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലിനിക് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു മഹാരാഷ്ട്രയിൽ. ഷി ഓൾസോ സെറ്റപ്പ് ബാലഹത്യ പ്രതിബന്ധ ഗൃഹ. ബാലഹത്യ പ്രതിബന്ധ ഗൃഹ എന്ന പേരിലൊരു സ്ഥാപനം കുട്ടികൾക്ക് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇൻ ഹർ ഓണർ യൂണിവേഴ്സിറ്റി ഓഫ് പൂനെ വാസ് റീനെയിംഡ് സാവിത്രിഭായ് ഫൂലെ യൂണിവേഴ്സിറ്റി ഇൻ 2014. ഇദ്ദേഹത്തെ അനുസ്മരിക്കാൻ വേണ്ടിയിട്ടാണ്, സാവിത്രിഭായ് ഫൂലെ അനുസ്മരിക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് പൂനെ അവരുടെ പേരിൽ റീനെയിം ചെയ്തു 2014 ആസ് സാവിത്രിഭായ് ഫൂലെ യൂണിവേഴ്സിറ്റി. ഓക്കെ, അടുത്ത ആർട്ടിക്കിളിലേക്ക് പോകാം. ലോർഡ് കേഴ്സൺ നമ്മുടെ വൈസ്രോയി ആയിരുന്ന ആളാണല്ലേ. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ബംഗാൾ ഗവർണർ ട്വീറ്റ്സ് അബൌട്ട് ഐക്കോണിക് ലോർഡ് കേഴ്സൺ ടേബിൾ ഗെറ്റ്സ് ട്രോൾഡ്. അപ്പോൾ ലോർഡ് കേഴ്സൺ ബംഗാൾ പാർട്ടിഷൻ്റെ സമയത്ത് ആ പേപ്പേഴ്സ് സൈൻ ചെയ്യാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ടേബിളുണ്ട്. ആ ടേബിളിനെ ചൊല്ലിയിട്ടുള്ളൊരു കാര്യമാണിത്. 1905 ബംഗാൾ പാർട്ടിഷൻ നടന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റ് ഇപ്പോൾ വന്നതുകൊണ്ട് അതിനെ ട്വീറ്റ് ചെയ്തതുകൊണ്ട് ബംഗാൾ ഗവർണർ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് അത് ലോർഡ് കേഴ്സനെ പറ്റി ചിലപ്പോൾ കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് തന്നെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോർഡ് കേഴ്സനെ കുറിച്ച് പഠിക്കണം. അത് ഹിസ്റ്ററി ക്ലാസ്സുകളിൽ വരുമ്പോൾ നമുക്ക് പഠിക്കാം. ആൻഡ് ഇപ്പോൾ ജസ്റ്റ് പറയാം, ബംഗാൾ പാർട്ടിഷൻ 1905 കൊണ്ടുവന്ന വൈസ്രോയി ആണ് ലോർഡ് കേഴ്സൺ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് കേഴ്സൻ്റെ റിഫോംസ്, കുറച്ച് റിഫോം ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. റിഫോംസ് ബൈ ലോർഡ് കേഴ്സൺ. യൂണിവേഴ്സിറ്റി കമ്മീഷൻ 1902 സെറ്റപ്പ് ചെയ്തത് ലോർഡ് കേഴ്സൺ ആണ്. അത് ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പറ്റി ഒന്ന് പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു കമ്മീഷൻ സെറ്റപ്പ് ചെയ്തതാണ്. ആൻഡ് ഈ കമ്മീഷൻ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് കൊണ്ടുവന്നതും ലോർഡ് കേഴ്സൺ ആണ്. ഓക്കെ, സോ 1902 യൂണിവേഴ്സിറ്റി കമ്മീഷൻ, 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട്. ദെൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പൂസ എന്ന് പറയുന്ന സ്ഥലത്ത്, അന്നത്തെ ബംഗാൾ പ്രസിഡൻസി, പ്രസൻറ്റ് ബീഹാർ, ഇപ്പോഴത്തെ ബീഹാറിൽ പൂസ എന്ന് പറയുന്ന സ്ഥലത്ത് അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നത് കേഴ്സൺ ആണ്. ദെൻ പോലീസ് കമ്മീഷൻ 1902 പോലീസ് കമ്മീഷൻ കൊണ്ടുവന്നത് ലോർഡ് കേഴ്സൺ ആണ്. ഇമ്പീരിയൽ കാഡറ്റ് കോർപ്സ് അത് കൊണ്ടുവന്നത് മിലിറ്ററിയിൽ, ഇമ്പീരിയൽ കാഡറ്റ് കോർപ്സ് സെറ്റപ്പ് ചെയ്തത് കേഴ്സൺ ആണ്. ദെൻ ആൻഷ്യൻ മോണുമെൻറ്റ്സ് ആക്ട് 1904 പാസ്സാക്കിയത്, ആ ലോ പാസ്സാക്കിയത് കേഴ്സൺ ആണ്. ആൻഷ്യൻ മോണുമെൻറ്റ്സ് ആക്ട് 1904 ആൻഷ്യൻ മോണുമെൻറ്റ്സ് ആക്ട് പാസ്സാക്കിയത് കേഴ്സൺ ആണ്. വിച്ച് മെയ്ഡ് ഇറ്റ് ഒബ്ലിഗേറ്ററി ഓൺ ദ പാർട്ട് ഓഫ് ദ ഗവൺമെൻറ് ആൻഡ് ലോക്കൽ അതോറിറ്റീസ് ടു പ്രിസർവ് ദ മോണുമെൻറ്റ്സ് ഓഫ് ആർക്കിയോളജിക്കൽ ഇമ്പോർട്ടൻസ് ആൻഡ് ദർ ഡിസ്ട്രക്ഷൻ ആൻഡ് ഓഫൻസ്. ആർക്കിയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള സൈറ്റ്സിനെ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇല്ലീഗൽ ഡിസ്ട്രക്ഷൻ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് ഒഫൻസ് ആണെന്നൊക്കെ പറഞ്ഞ് ഈ ആൻഷ്യൻ മോണുമെൻറ്റ്സ് ആക്ട് കൊണ്ടുവന്നത് ലോർഡ് കേഴ്സൺ ആണ് 1904. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. ആൻഡ് അടുത്ത ആർട്ടിക്കിളിലേക്ക് പോകാം. താനാജി മാലുസേർ ആൻഡ് ദ ബാറ്റിൽ ഓഫ് സിംഘാഗഡ്. A Bollywood film based on Subedar Tanaji Maluser, a Maratha military leader, was recently released. അതായത് ആ സമയത്ത് 2020 ജനുവരി സമയത്ത് താനാജി മാലുസേറിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഫിലിം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. താനാജി മാലുസേർ ആരാണെന്ന് ഇപ്പോൾ നമുക്ക് നോക്കാം. ഹി വാസ് എ മറാത്ത മിലിറ്ററി ലീഡർ ആൻഡ് എ ക്ലോസ് എയ്ഡ് ഓഫ് ഛത്രപതി ശിവജി. മറാത്ത മിലിറ്ററി ലീഡറായിരുന്നു, ഛത്രപതി ശിവജിയുടെ വളരെ അടുത്തൊരാളുമായിരുന്നു. ആൻഡ് ഹെയിലിംഗ് ഫ്രം മാലുസേർ ക്ലാൻ, താനാജി ഈസ് പോപ്പുലർലി റിമെമ്പേർഡ് ഫോർ ദ ബാറ്റിൽ ഓഫ് സിംഘാഗഡ് ദറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദ ഇയർ 1670. ബാറ്റിൽ ഓഫ് സിംഘാഗഡ് നടന്നത് എന്നാണ് 1670 1670 ബാറ്റിൽ ഓഫ് സിംഘാഗഡ് നടന്നത്. In the battle, Tanaji fought against Udaybhan Rathod, a formidable Rajput warrior who was put in charge of the fort Kandhana, later named Singhagad by Jai Singh. അപ്പോൾ ഈ 1670 ബാറ്റിൽ ഓഫ് സിംഘാഗഡ് നടന്നത്. ആരൊക്കെ തമ്മിൽ? താനാജിയും ഉദയ്ഭാൻ റത്തോറും തമ്മിൽ. ഓക്കെ, ഉദയ്ഭാൻ റത്തോറും താനാജിയും തമ്മിലാണ് 1670 ബാറ്റിൽ ഓഫ് സിംഘാഗഡ് നടക്കുന്നത്. ഉദയ്ഭാൻ റത്തോർ എന്ന് പറയുന്നത് ഒരു രജ്പുട്ട് വാരിയർ ആയിരുന്നു. കന്ധന എന്ന് പറയുന്ന കോട്ടയുടെ ചാർജിലുണ്ടായിരുന്ന രജ്പുട്ട് വാരിയർ. ഇൻ ദ ഇയർ 1665 ദ ട്രീറ്റി ഓഫ് പുരന്ദർ വാസ് സൈൻഡ് ബിറ്റ്വീൻ ജയ് സിംഗ് ആൻഡ് ശിവജി. ജയ് സിംഗും ശിവജിയും തമ്മിൽ
ട്രീറ്റി ഓഫ് പുരന്ദർ. ശിവജി എന്ന് പറയുമ്പോൾ എന്താ, മറാത്ത ലീഡറാണ് അല്ലേ, മറാത്ത റൂളറാണ് ശിവജി. ജയ്സിംഗ് എന്ന് പറയുമ്പോഴേക്കും ജനറൽ ഓഫ് മുഗൾ എംപയർ. ഓക്കെ, ഹി വാസ് എ ജനറൽ ഓഫ് മുഗൾ എംപയർ. Among several demands, the treaty had required the Maratha ruler to give up the Fort Kandhana to the Mughal. അപ്പോൾ ഈ ട്രീറ്റിയുടെ ഭാഗമായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കന്ധന എന്ന് പറയുന്ന കോട്ട മുഗൾസിന് വിട്ടുകൊടുക്കണം എന്ന്. ഇത് ശരിക്കും മറാത്തേൻ്റെ കീഴിൽ വരുന്നതാണ്, അത് മുഗൾസിന് വിട്ടുകൊടുക്കണം എന്ന് ഈ ട്രീറ്റിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ ഇറ്റ് വാസ് ടേക്കൺ ഓവർ ബൈ ദ മുഗൾസ്, ദ ഫോർട്ട് വാസ് ഗാർഡഡ് ബൈ രജ്പുട്ട്, പത്താൻ ആൻഡ് അറബ് ട്രൂപ്സ് ഗാർഡ്സ് ആൻഡ് വാസ് സെറ്റ് ടു ബി ഇംപെനിട്രബിൾ. അപ്പോൾ ഈ ട്രീറ്റിയിൽ സൈൻ ചെയ്തതിന് ശേഷം അപ്പോൾ ഇവർക്ക് ഈ കോട്ട വിട്ടുകൊടുക്കേണ്ടി വന്നു. അങ്ങനെ ആ കോട്ട മുഗളിൻ്റെ ഭാഗമായി. ആൻഡ് അത് ഇംപെനിട്രബിൾ ആയിരുന്നു. അങ്ങനെ പെട്ടെന്ന് കയറി ചെന്ന് അവിടെ നിന്ന് ഈ കോട്ട തിരിച്ചെടുക്കാനൊന്നും അങ്ങനെ പറ്റില്ലായിരുന്നു. കാരണം അവിടെ ഇറ്റ് വാസ് ഗാർഡഡ് ബൈ രജ്പുട്ട്, പഠാൻ, അറബ് ട്രൂപ്പ് ഗാർഡ്സ്, ആൻഡ് സോ ഇറ്റ് വാസ് ഇംപെനിട്രേറ്റബിൾ. ദിസ് ഡീപ്ലി ഡിസ്റ്റർബ്ഡ് ആൻഡ് എൻറിച്ച്ഡ് ശിവജീസ് മദർ രാജമാത ജീജാബായ്. അപ്പോൾ ഇത് കാരണം കോട്ട, ഇവർ ഇത്രയും നാൾ കൈവശപ്പെടുത്തിയിരുന്ന ഒരു കോട്ട മുഗൾസ് എടുത്തുകൊണ്ട് പോയപ്പോൾ ഇവർക്ക് ഭയങ്കര വിഷമായി. അപ്പോൾ ഇങ്ങനെ രാജമാത ജീജാബായ് ശിവജിയുടെ മദറാണ്. അവർ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ശിവജിയോട് പറഞ്ഞു ആ കോട്ട തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ശിവജി എൻട്രസ്റ്റഡ് താനാജി, ദ ഓൺലി മാൻ ഹി കുഡ് തിങ്ക് ഓഫ് ക്യാപ്പബിൾ ഓഫ് റീകോൺക്യൂറിംഗ് ദ ഫോർട്ട് ഓഫ് കന്ധന അറ്റ് എനി കോസ്റ്റ്. അപ്പോൾ തിരിച്ചു പിടിക്കാൻ പറ്റും എന്ന് ശിവജിക്ക് വിശ്വാസമുണ്ടായിരുന്നതാകെ താനാജിയാണ്. സോ ഈ വർക്ക് താനാജിയെ ഏൽപ്പിച്ചു. Outcomes of the battle. Even though the attack by Tanaji took the Mughals by surprise, the latter nonetheless outnumbered. The two clashed for long. ഒരുപാട് നാൾ ഫൈറ്റ് ചെയ്തിട്ട് മലൂസേർ വാസ് ഗ്രേവ്ലി wounded in the fight and died. ഈ യുദ്ധത്തിൽ തന്നെ താനാജി മരിച്ചു. Enraged by the death of their general, Marathas fought under the leadership of his brother Suryaji Malusar. So താനാജി മലൂസേർ മരിച്ചതിന് ശേഷം ആ മരണത്തിൽ ദുഃഖം കൊണ്ട് അല്ലെങ്കിൽ അതിൽ എൻറേജ്ഡ് ആയിട്ട് മറാത്താസ് സൂര്യജി മാലൂസേർ, ഇദ്ദേഹത്തിൻ്റെ ബ്രദറാണ്, താനാജി മാലൂസേറിൻ്റെ ബ്രദറാണ് സൂര്യജി മാലൂസേർ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ഫൈറ്റ് ചെയ്തു. അങ്ങനെ അൾട്ടിമേറ്റ്ലി മുഗൾസിനെ പരാജയപ്പെടുത്തി കോട്ട തിരിച്ചെടുത്തു. ദ ഫോർട്ട് വാസ് റീനെയിംഡ് ആസ് സിംഘാഗഡ് ലയൺസ് ഫോർട്ട് ബൈ ശിവജി ടു ഓണർ താനാജി. അങ്ങനെ സിംഘാഗഡ് എന്ന് ഈ ഫോർട്ട് തിരിച്ചു പിടിച്ചതിന് ശേഷം ഈ താനാജിയെ ഓർക്കാൻ വേണ്ടിയിട്ട് സിംഘാഗഡ് എന്ന് അതിന് പേരിട്ടു. ഇത്രയാണ് ബാറ്റിൽ ഓഫ് സിംഘാഗഡിനെ കുറിച്ച് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. 1670 നടന്നത് ബാറ്റിൽ ഓഫ് സിംഘാഗഡ് ബിറ്റ്വീൻ ദ മുഗൾ ആർമി ആസ് വെൽ ആസ് ദ മറാത്ത ആർമി. ഓക്കെ, ഇതോടുകൂടി ജി കെ മെൻസിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സുകൾ കറണ്ട് അഫെയേഴ്സിൻ്റെ ബാക്കി പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.